ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പലതവണ ആവർത്തിച്ചതാണ് തങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറല്ല, പക്ഷേ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കും, വേണമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാം. അങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴും പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതെ നിരന്തരം ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ചുട്ട മറുപടി തന്നെ ഇന്ത്യ നൽകുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറായി. അതെന്തുകൊണ്ടായിരിക്കും? ശ്രീത് പറഞ്ഞതുപോലെ പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു ഈ ഒരു ചർച്ചയിലേക്ക് വന്നത്. കാരണം 84 മണിക്കൂർ നീണ്ട ഇന്ത്യയുടെ പ്രഹരം അവർക്ക് താങ്ങാൻ കഴിയാത്തതാ എന്നാണ് ഒരു പൊതുവേ ഉള്ളൊരു സംസാരവും മാധ്യമങ്ങളിലൊക്കെ വരും. അതിനപ്പുറം ഒരിടത്ത്, അതായത് ഒരു സാധാരണ ഒരു കുന്ന്, അതായത് കിർണ കുന്ന് എന്ന് പറയും, അവിടെ ഒരു മിസൈൽ പതിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ചർച്ചയിലേക്ക് പാകിസ്ഥാൻ തയ്യാറായത്. ഒപ്പം അമേരിക്കയും ഇതിന് അതുവരെ അമേരിക്ക നിങ്ങൾ തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് സപ്പോർട്ടുണ്ട് എന്നൊക്കെ ഇന്ത്യയോട് പറയുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പാകിസ്ഥാന് ഇതായിട്ടും ഇത് താല്പര്യമില്ല, അല്ലെങ്കിൽ യുദ്ധം വേണോ എന്നൊക്കെ തരത്തിൽ ഒരു നിഷ്പക്ഷമായിട്ടായിരുന്നു അമേരിക്ക നിന്നത്. പക്ഷേ ഈ ഒരു മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്ക ഇത്തരത്തിൽ പെട്ടെന്ന് പാകിസ്ഥാനോടൊപ്പം തന്നെ ചേർന്ന് ഈ ഒരു ചർച്ചയിലേക്ക് വന്നത്. അങ്ങനെയാണ് ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരു ചർച്ചയിൽ, സാധാരണ ഒരു യുദ്ധത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ ഒരു ചർച്ച വരുന്ന ദിവസങ്ങളെടുക്കും, പക്ഷെ തികച്ചും മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരു ചർച്ചയിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യ വെടിനിർത്തൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് മാറുകയായിരുന്നു. കാരണം വെടിനിർത്തുക എന്നുള്ളൊരു ഇത് പിറ്റേ ദിവസം തന്നെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുകയും ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കിർണ കുന്ന് വളരെ ഈ പാകിസ്ഥാൻ്റെ ചില രഹസ്യ ശേഖരങ്ങൾ, അതായത് രഹസ്യ ആയുധ ശേഖരങ്ങൾ ഉള്ള ഒരു കുന്ന് എന്നാണ് പറയുന്നത്. ഒരു കുഗ്രാമത്തിലാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു മൊട്ടക്കുന്ന് മാതിരിയാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ഒപ്പം ഈ അമേരിക്കയുടെയും ചില ആണവ ആയുധങ്ങൾ അല്ലെ ആണവ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു കുന്നാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് സാറ്റലൈറ്റിൽ നിന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ശരിയാവസ്ഥ എന്താണെന്നുള്ള നമുക്കറിയില്ല, കൃത്യമായിട്ടുള്ള അവസ്ഥ അറിയാതെ നമ്മളത് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ പുറത്തു നിന്നൊക്കെ വരുന്ന ചില റിപ്പോർട്ടുകളും മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു ആക്രമണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പെട്ടെന്ന്, അതായത് ഒരു ഭയം പാകിസ്ഥാൻ ഉണ്ടാവുകയും അത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്തത്. കാരണം പാകിസ്ഥാൻ പലപ്പോഴും പറഞ്ഞു 139 ഈ ആണവ ആയുധങ്ങൾ ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ഞങ്ങൾ ദുരിത അടുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും പലപ്പോഴും നമ്മളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടെയാണ്. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഞങ്ങൾ ഇന്ത്യക്ക് നേരെ ഇത്ര ഇതുണ്ട്, ഞങ്ങളൊന്ന് ഞൊടിച്ചാൽ ഇന്ത്യയെ തരിപ്പണമാക്കും എന്നൊക്കെ തരത്തിലുള്ള. അപ്പോൾ ഇന്ത്യയെ കൃത്യമായിട്ടുള്ള അവരുടെ ഹൃദയഭാഗത്ത് തന്നെ മിസൈൽ വിട്ടപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യക്ക് എല്ലാ കാര്യങ്ങളും പാകിസ്ഥാൻ്റെ പറഞ്ഞോണമുള്ള മൊത്ത കാര്യങ്ങളും അറിയാം. ഇനി ഇവരോട് തർക്കിച്ച് നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കടന്നാൽ ഇത് ഞങ്ങൾക്ക് തന്നെ പണി കിട്ടും. കാരണം നമുക്കറിയാം ഈ മിസൈലൊക്കെ ചെന്ന് പതിക്കുമ്പോൾ ഒരു പക്ഷേ അതിൽ നിന്നും ചില വികിരണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് പാകിസ്ഥാനെ മൊത്തത്തിൽ തകർക്കുന്ന തരത്തിലാവാൻ സാധ്യത, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയും കൂടെ ഇതിനകത്ത് ഇടപെട്ട് ഒരുപക്ഷെ അമേരിക്കയുടെ ശേഖരവും ഇതിനകത്ത് കാണും. ഇത്തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കുന്നിനടുത്തുള്ള നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ചില ഗൂഢമായ രഹസ്യ ശേഖരങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അധികം വൈകാതെ പാകിസ്ഥാൻ്റെ സൈനിക നിർവഹണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ അന്ന് തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള തരത്തിൽ. കാരണം ഇല്ല, നമുക്ക് ഈ പുറകിൽ തീ പിടിക്കുമ്പം കടന്ന് ഓടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലായിരുന്നു ഈ ഒരു മിസൈൽ. കാരണം അതിന് മുമ്പ് ഉള്ള മണിക്കൂറുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു, കയറുമായിരുന്നു പാകിസ്ഥാൻ. കാരണം തിരിച്ച് ഇന്ത്യ ശരിക്കും പ്രകോപിപ്പിക്കുകയാണ്. ഇന്ത്യ മിസൈലിട്ട് പല തീവ്രവാദികളുടെ ഈ കോട്ടകളൊക്കെ തകർത്തെങ്കിലും പക്ഷേ അവരതിൽ നിന്ന് പിന്മാറിയില്ലായിരുന്നു. അവർ തിരിച്ച് വെടിയുതിർക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സംഗതി വന്നതോടുകൂടിയാണ് പെട്ടെന്ന് ഇത് നിർത്താനുള്ള രീതിയിലേക്ക് പോയത്. കാരണം ഇനി ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ഇന്ത്യ വെറുതെ ഇരിക്കത്തില്ല, അത് പാകിസ്ഥാനെ മൊത്തത്തിൽ അത് തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം ഈ ഒരു കാര്യം ഈ കുന്നിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേന് ഇതൊരു മൊട്ടക്കുന്ന് എന്നാണ് ഈ കിർണ കുന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വരുന്നത് ഇതിന് കാരണം വേറൊരു പ്രശ്നമുണ്ടല്ലോ, ഈ ആണവായുധം ഇരിക്കുന്ന സ്ഥലത്ത്
അങ്ങനെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകുകയെങ്കിൽ അത് ആദ്യം ബാധിക്കുന്ന പാകിസ്ഥാനാണ്. പാകിസ്ഥാന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ല, അവരെ ഇതില് കുറച്ചത്. ചെറിയ വികിരണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ ഈ ഉപഗ്രഹ ചാനലുകളും ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ മൊട്ടക്കുന്നിനകത്ത് വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളുണ്ടെന്നും നിരവധി വാതിലുകളും വലിയ കോൺക്രീറ്റുകളും ഒക്കെ ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഒക്കെ ഉണ്ടെന്നാണ് പുറമേ നിന്നുള്ള വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കുന്നിൻ്റെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം അത് ഇന്ത്യ നേരത്തെ തിരിച്ചറിഞ്ഞെന്നും അത് മനഃപൂർവ്വമല്ലായിരിക്കാം, ചിലപ്പോൾ ചെന്ന് വീണതായിരിക്കാം. പക്ഷെ ഇന്ത്യക്ക് അത് അറിയായിരിക്കാം ഒരു പക്ഷേ. കാരണം പാകിസ്ഥാൻ ഈ ഒളിച്ചു വെക്കുന്നതൊന്നും വലിയത്, കാരണം നമുക്കും ഇത്തരത്തിലുള്ള ചാരന്മാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫെസിലിറ്റീസ് അല്ല, അത് സൈനിക മേധാവികൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ, പാകിസ്ഥാനിലെ ഏത് പ്രദേശത്തായാലും ഞങ്ങൾക്ക് ആക്രമിക്കാൻ അറിയാം. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ 9 കോട്ടകൾ തകർത്ത ഭീകരവാദ പ്രവർത്തനങ്ങളുടെ മെയിൻ ആസ്ഥാന മന്ദിരങ്ങൾ തകർക്കാനുള്ള കാരണം ഇന്ത്യ അത് അല്ലാതെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാവത്തില്ലല്ലോ. ഇന്ത്യക്ക് ഇവന്മാർ എവിടൊക്കെയുണ്ട്, അല്ലെങ്കിൽ തീവ്രവാദികൾ എവിടൊക്കെയാണ് ഇവന്മാരുടെ ആസ്ഥാന മന്ദിരങ്ങൾ എന്നുള്ള അറിഞ്ഞുണ്ട്. ഏകദേശം 10 21 ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ 9 എണ്ണം ഒറ്റയടിക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അത്രയ്ക്ക് വിവരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടേ ആദ്യമേ ഭയപ്പെട്ടു. പക്ഷെ ഇതിലേക്കൊരു ഇതും കൂടെ ആക്രമണമൊക്കെ ആയപ്പോഴേക്കും പാകിസ്ഥാന് മനസ്സിലായി, ഞങ്ങളെ A to Z എല്ലാം മനസ്സിലാക്കി പഠിച്ച് ഇന്ത്യ വെച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരോട് പണി കൊടുത്താൽ ചിലപ്പോൾ നമുക്കും തിരിച്ച് പണി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഒരു നമുക്കറിയാം, ഇപ്പം അമേരിക്ക പൊതുവെ ഒരു സൗഹൃദ രാഷ്ട്രമായിട്ടൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് പല കച്ചവട തന്ത്രങ്ങളും ട്രംപിന് ഉൾപ്പെടെ ഉണ്ട്. അപ്പം ഇത്തരത്തിൽ അവർ കൂടി ഈ ഒരു കാര്യത്തിലേക്ക് ചർച്ചയിലേക്ക് എഡിപിടിയെന്ന് വരാൻ സാധാരണ ട്രംപിൻ്റെ കാര്യം നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനൊക്കെ എന്ത് നിലപാടാണ് ട്രംപ് എടുത്തിട്ടുള്ളത്? വളരെ എന്താ പറയുക, സാവധാനത്തിൽ ഇന്ന് തീരും, നാളെ വെടിനിർത്തൽ തീരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന അല്ലാതെ യാതൊന്നും അവിടെ അദ്ദേഹം എടുക്കാൻ താല്പര്യം. പക്ഷെ ഇത് അടിയന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചു കൂട്ടുകയും ഇത്തരത്തിലുള്ള വെടിനിർത്തൽ വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയൊക്കെ ചെയ്തതിന് കാരണം ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഒരു ഭാഗം കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ വിവരമൊന്നും ഇതുവരെ പുറത്ത് വിടാത്തിടത്തോളം കാലം നമുക്കും അറിയില്ല. കാരണം അതൊന്നും പുറത്ത് വിടാൻ പറ്റുമോ എന്നുള്ളതും നമുക്കറിയില്ല. ഏതായാലും ഈ ഒരു ആണവ ശേഖരം അവിടെ ഉണ്ടെന്നും അതിന് നേരെ ഇന്ത്യ ഒരു മിസൈൽ ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ അവർ ഭയപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിയാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ അവർ ഭയപ്പെട്ടിട്ടുണ്ട്, ശരിക്കും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഭീകരവാദികൾ 9 താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ ഇന്ത്യ ആക്രമിക്കുമ്പോൾ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അറ്റാക്കായിരുന്നു. കാരണം ഈ തീവ്രവാദികളുടെ സ്ഥലത്ത് അവരുടെ നാട്ടിൽ പോയി അവിടെ പോയിട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾക്ക് ഈ അതിർത്തിയിലുള്ള വെടിവെപ്പും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെല്ലാക്രമണവും ഒക്കെ സാധാരണ യുദ്ധങ്ങൾക്കിടയിലുള്ളതാണ്. പക്ഷേ ഇവന്മാരുടെ കോട്ടയ്ക്കകത്ത് പോയി ഇന്ത്യ അടിക്കുക എന്ന് പറയുന്നത് അവന്മാരെ ആദ്യത്തെ ഷോക്കായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ചിലയിടത്തുകളിൽ ഇന്ത്യയുടെ ആക്രമണം അതും അവരെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് അവരെ അടിച്ചത് വല്ലാണ്ട് അവരെ ഭയപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി നമുക്കറിയത്തില്ല. ഏതായാലും ഈ കുന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആണവ ശേഖരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഉപഗ്രഹ ചിത്രങ്ങളിലും മറ്റുള്ള അന്താരാഷ്ട്ര ചില മാധ്യമങ്ങളൊക്കെയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ തൽക്കാലം ഒരു ശാന്തതയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. ഒരു പക്ഷേ ഇതായിരിക്കാം കാരണം, അല്ലെങ്കിൽ അവർക്ക് നേരിട്ടുള്ള അവരുടെ നട്ടലൊടിയുന്ന തരത്തിലുള്ള ഇന്ത്യയുടെ ആക്രമണം തന്നെ ആയിരിക്കാം ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും ഈ ശാന്തതയ്ക്ക് മാറി ഇതൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ വീണ്ടും അവർ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ എന്നും അവർ പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും മാറില്ല എന്ന് പറഞ്ഞോണം വീണ്ടും ഇവർ ഇത് പൊങ്ങും. ഈ പൊങ്ങുമ്പം എന്തായാലും ഇനി വീണ്ടും ഇന്ത്യ 1 ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലപാട്. കാരണം അത് നമ്മുടെ പ്രധാനമന്ത്രി വരെ പറഞ്ഞു, ഇനി ഒരു തരത്തിൽ അവിടെ നിന്നൊരു പ്രകോപനം ഉണ്ടായാൽ ആ യുദ്ധമായി കണക്കാക്കുകയും തിരിച്ച് അതേ അളവിൽ തന്നെ അടിക്കുകയും ചെയ്യും. അത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു പക്ഷേ ഇന്ത്യയെ ഭയക്കുന്നുണ്ട്. മാറി നിൽക്കുകയാണെങ്കിൽ അവിടെയുള്ള തീവ്രവാദികൾ ഇത് ഭയക്കണമെന്നില്ല. അവന്മാർക്ക് എന്ത് പറയുന്നത്, പാകിസ്ഥാൻ ജനതയെ മൊത്തത്തിൽ കുഴിച്ചു മൂടിയാലും, അല്ലെങ്കിൽ ഈ പറയുന്ന ആണവ ശേഖരത്തെ ആണവ വികരണം ആണവായുധങ്ങൾ അവിടെ പ്രയോഗിച്ചാലും അത് തരിപ്പണം. ഇപ്പോൾ ഗാസയുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഹമാസിൻ്റെയൊക്കെ നിലപാട് എന്താണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വീഴുന്നത്. എത്രയോ പേര് അനാഥമായി, എന്നിട്ട് അവന്മാർക്ക് വല്ല കുലുക്കും ഒന്നുമില്ല. അപ്പോൾ ഈ തീവ്രവാദികൾ എന്നും തീവ്രവാദികൾ തന്നെ, അവർക്ക് അവരുടെ രാജ്യത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരെ സംരക്ഷിക്കണമെന്നോ ഒന്നുമില്ല. അവർക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യണം, അവർക്ക് നേടണം എന്നുള്ളതല്ലാതെ അവരിലുള്ളവർ പോലും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരാണ്, ചാവേറുകളാണ്. അപ്പം
അതുകൊണ്ട് അവർ വീണ്ടും അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതൊരു യുദ്ധത്തിലേക്ക് തന്നെ തകരും. പക്ഷേ യുദ്ധമല്ല പ്രധാനം. ഒരു പക്ഷേ ഇന്ത്യ എടുക്കുന്ന നിലപാട് മൊത്ത ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇത് ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള തിരിച്ചടികളായിരിക്കും ഇനി പാകിസ്ഥാൻ കൊടുക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.